പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ, സ്പോർട്സ് ന്യൂസ്. ഇന്ന് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നു പകരമില്ലാത്തവനെന്ന് ഗില്ലിയെ വരച്ചിട്ട നാളുകൾ. ചരിത്രം കഥയെഴുതുകയായിരുന്നു. തങ്ങളുടെ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ ഗിൽക്രിസ്റ്റിനായി, അല്ലെങ്കിൽ അതിനും ഉത്തമനായവനല്ലെങ്കിലും വിദൂര ദൃശ്യത്തിലെ രൂപസാദൃശ്യം. സ്വപ്നങ്ങളെ ഭൂമിയിലിറക്കിക്കൊണ്ടവനെ പാവങ്ങളുടെ ഗിൽക്രിസ്റ്റ് എന്നാണ് അന്ന് വിളിച്ചത് അയാളെക്കുറിച്ച്. കാരണം ഗില്ലിക്ക് അനുരൂപനില്ലെന്ന ചിന്ത തന്നെയായിരുന്നു എല്ലാവർക്കും. കീപ്പിങ്ങിൽ അയാളുടെ ടെക്നിക്ക് പഴികേട്ടു. ബാറ്റിങ്ങിൽ അയാൾ വെറുമൊരു കുറ്റനടിക്കാരനായി വിശേഷിപ്പിക്കപ്പെട്ടു. സ്റ്റംപിങ്ങിലെ അത്ഭുത സൗന്ദര്യത്തിൻ്റെ കഥയിലെ അന്നയാൾ മഹാനായിരുന്നുള്ളൂ. പക്ഷേ ചരിത്ര കഥകളെ തൻ്റേതാക്കണമെന്ന അയാൾക്ക് വലിയ നിർബന്ധ ബുദ്ധിയായിരുന്നു, നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അസുന്ദരമായ ബാറ്റിംഗ് ശൈലിയിൽ നിന്ന് കവിതയിലേക്ക് അയാൾക്ക് നടന്നെത്തണമായിരുന്നു. ടെക്നിക്ക് ഇല്ലാത്തവന് ഇന്ത്യ കണ്ട എക്കാലത്തെയും വിക്കറ്റ് കീപ്പറാകണമായിരുന്നു. കുറ്റനടിക്കാരനിൽ നിന്ന് ഒറ്റയ്ക്ക് വിജയിപ്പിക്കുന്നവനാകണമായിരുന്നു. മാനസികമായി അയാൾ അത്രയേറെ ധീരനായിരുന്നു. ഇന്ത്യൻ നാടോടിക്കഥയിലെ ധീരനായകനായി അയാൾ വളരെ പെട്ടെന്ന് വളരുകയായിരുന്നു. ലഗാൻ സിനിമ എന്ന പോലെ ഇന്ത്യക്കാർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അനിഷേധ്യ വിജയികളായി ലോകത്തെ കീഴടക്കി ഒരു വ്യാഴവട്ടം ലോകകപ്പ് സ്വന്തമാക്കിയവരെ തകർത്ത് ക്രിക്കറ്റിനെ കീഴടക്കണമായിരുന്നു. ബെവനെപ്പോലെ അവർക്കൊരു നായകൻ വേണമായിരുന്നു. പാവങ്ങളുടെ ഗിൽക്രിസ്റ്റ് അതിനകം ആ പേരിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ അവസാനത്തെ ധോണിയായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യയുടെ താരരാജാവായി, നായകനായി അയാൾ സ്വർഗത്തേരിലേറി യാത്ര ചെയ്ത് ദേവദൂതനായി കഴിഞ്ഞിരുന്നു. ഇതിനകം തളർന്നുപോയ ഒരുപാട് ഇന്ത്യൻ ഇന്നിങ്സുകൾ അയാളുടെ തോളിലേറിയിരുന്നു. അസാധ്യ വിജയങ്ങളുടെ അപ്പസ്തോലനായി വളർന്നു കഴിഞ്ഞിരുന്നു. ബാറ്റ് കൊണ്ട്, ഗ്ലൗസ് കൊണ്ട്, നായക പ്രഭാവം കൊണ്ട് അയാൾ വിജയങ്ങളെ സമ്മാനിച്ചു കൊണ്ടിരുന്നു. ഏകദിനത്തിലെങ്കിലും എക്കാലത്തെയും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി അയാൾ മാറിക്കഴിഞ്ഞിരുന്നു. 20 ഓവറുകളുടെ ലോകകപ്പ് നേടിയ നായകനായിരുന്നു. ഒടുവിൽ അയാൾ ആ പന്ത് ഗാലറിയെ തഴുകിയപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയൊട്ടാകെ പൊട്ടിത്തെറിച്ചു. അവിടെ അവർക്കൊരു വിജയശില്പി ഉണ്ടായിരുന്നു, അവർക്കൊരു നായകനുണ്ടായിരുന്നു. എഴുതാതെ പാടിപ്പറഞ്ഞു പകർന്ന കഥകളിലെ നായകനെ പോലെ ജ്വലിച്ചുകൊണ്ട് അയാൾ നിന്നിരുന്നു. ധോണി എന്ന നാമം ഇന്ത്യയാകെ പ്രകമ്പനം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പാറിപ്പോയ കാറ്റുകളിൽ പോലും ആ നാമത്തിൻ്റെ സ്പന്ദനങ്ങളുണ്ടായിരുന്നു. ക്രിക്കറ്റിനെ ധോണിയുടേതാക്കി എഴുതിക്കൊണ്ടിരുന്നു. അതെ, MS ധോണി. വർഷങ്ങൾ എത്രയോ കടന്നുപോയി. ഹിമാലയത്തിലെ മഞ്ഞുപാളികൾ ഉരുകിയൊലിച്ച് ബ്രഹ്മപുത്രയിൽ എത്രയോ വെള്ളപ്പൊക്കമുണ്ടായി. അയാൾ ഇന്ത്യയുടെ കുപ്പായം ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾക്കൊരു പകരക്കാരനെ അവർക്ക് എഴുതാനായില്ല. കാരണം ഇനിയൊരിക്കലും കയറാനാകാത്ത കൊടുമുടികളുടെ ഉയരങ്ങളിലായിരുന്നു അയാൾ സിംഹാസനം സ്ഥാപിച്ചത്. അയാൾ ക്രിക്കറ്റിലെ അവസാനത്തെ ധോണിയാണ്, MS ധോണി. പകരക്കാരനില്ലാത്തവൻ, ക്യാപ്റ്റൻ കൂൾ, MS ധോണി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.